അർഷാദും നീരജും സുഹൃത്തുക്കളായത് ഇന്നും ഇന്നലെയുമല്ല. സമപ്രായക്കാരായ ഇവർ വർഷങ്ങളായി അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം മത്സരിച്ചു, സ്നേഹിച്ചു, കൂട്ടുകൂടി. 10 മത്സരങ്ങളിൽ നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ നീരജ് തോൽക്കുന്നത് ആദ്യമായാണ്. 90 മീറ്റർ എന്ന സ്വപ്ന ദൂരം ഇന്നും നീരജിന് ലക്ഷ്യം മാത്രമായി ശേഷിക്കുമ്പോൾ പലവട്ടം ആ ദൂരം അനായാസം മറികടന്നിട്ടുണ്ട് അർഷാദ്. പാരീസ് ഒളിമ്പിക്സിൻ്റെ ഫൈനൽ റൗണ്ടിൽ 2 വട്ടം 90 മീറ്റർ മറികടന്ന പ്രകടനത്തെ വെല്ലാൻ തൻ്റെ ഒളിമ്പിക്സ് ബെസ്റ്റ് ത്രോയ്ക്ക് പോലും സാധിച്ചിട്ടില്ലെന്ന തിരിച്ചറിവ് നീരജിന് നദീമിനോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ടാവാം. ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടും എതിരാളിയെപ്പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ് നീരജിൻ്റെ അമ്മ ഇന്ന് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. കാരണം അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: സ്വർണം നേടിയ പാകിസ്ഥാൻ്റെ അർഷാദ് നദീമും എൻ്റെ മകനാണ്. മകൻ നീരജ് ചോപ്രയുടെ വെള്ളി മെഡൽ മാത്രമല്ല, പാകിസ്ഥാൻ്റെ അർഷാദ് നദീമിൻ്റെ സ്വർണവും എനിക്ക് സന്തോഷം നൽകുന്നതാണ്. നദീമും എനിക്ക് മകനെ പോലെയാണ്. 7-8 വർഷമായി ഉപയോഗിച്ച് തേഞ്ഞൊരു ജാവലിൻ മാറ്റിവാങ്ങാൻ പോലും പണമില്ലാതെ വിഷമിച്ച അർഷാദിന് പിന്തുണ നൽകിയ ചരിത്രം കൂടിയുണ്ട് നീരജിൻ്റെ സൗഹൃദത്തിന്. 7 പേരടങ്ങുന്ന പാകിസ്ഥാൻ്റെ ഒളിമ്പിക്സ് സംഘത്തിൽ നദീമിൻ്റെ വിമാന ടിക്കറ്റ് മാത്രമാണ് പാകിസ്ഥാൻ സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള ചെലവുകൾ സുഹൃത്തുക്കളും അയൽക്കാരും കൂടിയാണ് സഹായിച്ചത്. വീടിൻ്റെ പിന്നാമ്പുറത്ത് എറിഞ്ഞു പഠിച്ചതാണ് ജാവലിൻ. പാകിസ്ഥാനിൽ എവിടെയും ഇങ്ങനെയൊരു കായിക ഇനത്തിന് ആവശ്യമായ സ്റ്റാൻഡേർഡ് പരിശീലക കേന്ദ്രങ്ങളില്ല. ഇനി അത് ഉണ്ടെങ്കിൽ പോലും 3 നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന നദീമിൻ്റെ കുടുംബത്തിന് അത് താങ്ങുന്നതിലും അപ്പുറമാണ്. പക്ഷേ ലോക ചാമ്പ്യൻഷിപ്പിലെ വെള്ളിയും കോമൺവെൽത്ത് ഗെയിമിലെ സ്വർണവും കൂടിയായപ്പോൾ ലോക കായിക വേദികൾ അവനെ ഗൗരവമായി എടുത്തു തുടങ്ങി. അങ്ങനെ ഒരു കാലത്ത് യൂറോപ്യൻ അത്ലറ്റുകളുടെ മാത്രം കുത്തകയായിരുന്ന ഒരു കായിക ഇനത്തിന് ഇന്ന് ഏഷ്യയുടെ ആധിപത്യം സാധ്യമായിരിക്കുന്നു. ഇന്ത്യക്ക് നീരജിലൂടെയും പാകിസ്ഥാന് നദീമിലൂടെയും. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ഇവർക്ക് ഒരുമിച്ച് പങ്കെടുക്കാൻ കഴിയട്ടെ. മെഡലുകൾ മാറി മാറി വരട്ടെ. എന്നാൽ അതിരുകളില്ലാത്ത സൗഹൃദം എന്നും അനശ്വരമായിരിക്കട്ടെ.